വഴി രാവിലെ മുതൽ റോപ്പ് വഴി മൃതദേഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതെ അപർണ, ഈ റോപ്പ് വഴി രാവിലെ മുതൽ റോപ്പ് വഴി മൃതദേഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? അപർണ പറഞ്ഞതുപോലെ തന്നെ രാവിലെ മുതൽ റോപ്പ് വഴി ആകെ നടന്ന NDRF സംഘമാണ് റോപ്പ് സ്ഥാപിച്ചുകൊണ്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മൃതദേഹങ്ങൾ മാറ്റുന്ന അല്ലെങ്കിൽ കാഷ്വാലിറ്റി സംഭവിച്ചവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ആ മാർഗം ഉപയോഗപ്പെട്ടത്. അതിനപ്പുറത്തേക്ക് ആളുകൾക്ക് അപ്പുറത്തേക്ക് പോകാനോ മുണ്ടക്കൈ മേഖലയിലേക്ക് പോയി അവിടെ തിരച്ചിൽ നടത്താനോ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു സങ്കടകരമായ വാർത്തയാണ്. ഇന്നലെ രാത്രി 1:30 ഉരുൾപൊട്ടലുണ്ടായി. ഇന്ന് 2:30 മണി കഴിയുമ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നു എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ കാര്യം തന്നെയാണ്. കാരണം നമുക്ക് ആരെയും കുറ്റം പറയാൻ സാധിക്കില്ല. ഈ ഒരു ദുരന്ത മുഖത്ത് ആരെങ്കിലും കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യവുമില്ല. പക്ഷേ രക്ഷാപ്രവർത്തകർക്ക് അങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു സാഹചര്യം പ്രകൃതി അനുവദിച്ചു നൽകുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ അവസരത്തിൽ പറയേണ്ടി വരിക. പാളിച്ചകൾ പലതും ഉണ്ടാകാം, പക്ഷെ അതൊക്കെ ചർച്ച ചെയ്യേണ്ട സമയം ഇതല്ലാത്തത് കൊണ്ട് നമുക്ക് അതിലേക്ക് കടക്കേണ്ടതില്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ സൈന്യം എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും